എന്താ ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ? മനസ്സിലായില്ലേ നിനക്ക്? തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ കൊള്ളിയാണല്ലോ. അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയതാ. നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാശിനെ കിട്ടില്ല. അതിന് മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ അറിയാനാ? എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കും തൊട്ട് തേങ്ങ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട് എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ? ആ, ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമല്ല ഏട്ടാ. എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാചിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ? ആ, ആയിരിക്കണം. അല്ലേ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ? ഗർഭിണിയായോ? അളിയും പിന്നെ എന്നാ വാഴയ്ക്കാ വിചാരിച്ചത്? എടാ കള്ളോ, നീന്റെ ചെലവിൽ നാളിന് അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. കേറുവണ്ടില്ലേ? എന്റെ ടീച്ചറെ, ഈ കായ വറുത്തൊന്നും തന്നിട്ട് ഒരു കാര്യമില്ല. നല്ല കോഴിയിറച്ചി നല്ല മീൻകറിയും കൂട്ടി ഒരു ഊണ് തരണം. ആ, അതൊന്നും നടക്കുകയല്ലളിയാ. നല്ല ചോറും സാമ്പാറും പിന്നെന്നതാ രസം. ആ, രസം എല്ലാം കൂടെ ചേർത്ത് ഇലയിട്ട് ഒരു ഉഗ്രൻ ചാപ്പാട് വരും. പച്ചത്തിയല്ലേ? എന്നാലും അതൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ട. ഇറച്ചി മീനും വെക്കാൻ റോസി, ഇവന്റെ ചേച്ചി. അവൾക്ക് ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ, വിവരമില്ല. അത് വെറുതെ ചേച്ചിയെ പറ്റി പറയാത്ത ദിവസമില്ല. ഏതായാലും എനിക്കിപ്പോ സന്തോഷായി. ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നുള്ളൂ സത്യ, പക്ഷെ അതൊക്കെ എനിക്കിപ്പോ മാറി. അല്ല, ഇവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരലുണ്ടോ? ഓ, ആര് വരാനാ? പ്രസവം അടുത്തില്ലേ? ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഓ, അങ്ങ് പ്രസവിക്കും. എന്നാ സഹായത്തിന് ഒരാളെ നിർത്തണം. അതൊക്കെ ബുദ്ധിമുട്ടാളിയാ. ഒന്നാമത് കണ്ടവരൊക്കെ അടുക്കളയെ പെരുമാറുന്ന ഇഷ്ടമല്ല. പട്ടത്തിയല്ലേ? വൃത്തി ഉണ്ടാവില്ല ഒന്നിനും. ആ, എന്നാ നല്ല വൃത്തിയും വെടിപ്പും ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ തരാം. ഒരത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ അയക്കും ചെയ്യാലോ. പിന്നെ പ്രസവം അടുക്കുമ്പോ നിന്റെ ചേച്ചിയെ ഞാനിവിടെ കൊണ്ടു നിർത്താം. ഓ, അതൊന്നും വേണ്ടല്ലേ. ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ബുദ്ധിമുട്ടണ്ട. നിന്റെ ഒരു ജാതി വർത്താനം എനിക്ക് പിടിക്കാത്തത്. ചേച്ചിക്ക് എന്നോട് വെറുപ്പേ ഉണ്ടാവും. എന്ത് വെറുപ്പ്? അവൾ എനിക്ക് അറിഞ്ഞൂടെ? അപ്പന്റെ അടുത്ത് വരുമ്പോ അപ്പന്റെ ആള്, എന്റെ അടുത്ത് വരുമ്പോ എന്റെ ആള്, ഇവന്റെ അടുത്ത് വരുമ്പോ ഇവന്റെ ആള്. ഒരു കാട്ടുപോത്ത്. ഈശോയെ, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിന്റെ അടുത്ത് നിങ്ങൾ ആരോട് ചോദിച്ചാ പോയത്? നിന്റെ അപ്പനോട്. എനിക്ക് അവന്റെ അടുത്ത് പോണെങ്കിൽ നിന്റെ അനുവാദം വേണ? റോസി, നിന്റെ ഈ തെക്കൻ സ്വഭാവം ഇരിഞ്ഞാലക്കുടക്കാരനോട് വേണ്ടട്ടാ. അവന്റെ ഇളയതൊരു പെണ്ണ് കെട്ടുപ്രായമായിട്ട് നിൽക്കുകയാണെന്നുള്ള വിചാരം പോലും അവൻ ഉണ്ടായില്ലല്ലോ. ഇനി ഒരു തറവാട്ടുകാർ പെണ്ണി വെച്ച് ഞങ്ങളുടെ കുടുംബത്തോട്ട് കയറി വരുവോ? വരുടി, എന്നെ പോലുള്ള കിഴങ്ങന്മാര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഏതായാലും അവന്റെ വീട്ടിൽ ഞാൻ കാലെടുത്ത് വെക്കണമെങ്കിലേ എന്റെ അപ്പച്ചൻ താമരശ്ശേരി കുരിയച്ചൻ അല്ലാതാവണം. വേണ്ട, നിന്റെ തൃക്കാലം ഇപ്പൊ അവിടെ എടുത്ത് വെക്കേണ്ട ഒരു അത്യാവശ്യമില്ല. ഏതായാലും ഞാൻ പോവും. അവളുടെ പ്രസവത്തിന്റെ സമയത്തെ ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. ഓ, പെണ്ണുങ്ങൾ പറ്റി കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്നാ കാര്യമാ? ഞാൻ എന്റെ അമ്മേനെയും കൊണ്ടുപോകും. അയ്യാ, നല്ല പറ്റിയ പാർട്ടിയാ. എന്റെ അമ്മ 10 പെറ്റതാ. ഒരു കുഞ്ഞിക്കാര് കാണാൻ ഭാഗ്യമില്ലാത്ത നിനക്കൊന്നും അവരുടെ വിഷമം മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാവോ? എനിക്ക് കുറേശ്ശെ അറിയാം. നീ കിടക്കാൻ നോക്ക്, എനിക്ക് നാളെ എറണാകുളത്ത് കൊണ്ടുപോകാം. അവക്കിത് എത്രാമത്തെ മാസാ? പോയി അന്വേഷിക്കും. ഓ, വലിയൊരാള്. കഥ തുറന്നു നടക്കാണല്ലോ. വല്ല കള്ളന്മാരും ആയിരിക്കും. അകത്തുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ആരെങ്കിലും വിളിക്കാം. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ? ഈനാച്ചേട്ടൻ പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുക്കുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം ഈനാച്ചേട്ടനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ച തന്നെയാ താക്കോല്. എന്റെ മാസ്റ്റർ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവരൊക്കെയാണ് സാധാരണ താക്കോല് വെക്കുക. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാച്ചേട്ടന്റെ അളിയനല്ലേ, പ്രത്യേക അനുവാദമൊന്നും വേണ്ടല്ലോ. ഞാൻ കയറി. ഇനി ഞാൻ തന്നെയാണല്ലോ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞാണോ കുളി കഴിഞ്ഞാണോ കാപ്പി കുടി എന്ന് ഈനാച്ചേട്ടൻ പറഞ്ഞില്ല.
അയ്യോ ഇതൊക്കെ ഞാൻ എടുത്തോണ്ടിരായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം. പുള്ളിക്കാരനാണ് കൊള്ളാമല്ലോ. എന്തേ പാചകം മോശമാണോ? ഏയ് നന്നായിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസം തുറന്നു പറയണം. എനിക്ക് ഒളിയും മറിയൊന്നുമില്ല. ഈനാശേട്ടൻ പറയും പോലെ നേരെ വാ നേരെ പോ. അതാ ഞങ്ങൾക്കും ഇഷ്ടം. എവിടെ പോയതാ ഈ സന്ധ്യക്ക്? അമ്പലത്തില്. സന്ധ്യക്ക് അമ്പലത്തിൽ പോകാനൊരു പതിവാ. ഇവിടെ പിന്നെ സ്ഥലം പരിചയമില്ലാത്തോണ്ട് ഒന്ന് കറങ്ങേണ്ടി വന്നു. ടീച്ചർ എങ്ങനെയാ, അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? കല്യാണത്തിന് മുമ്പ് എന്നും പോവായിരുന്നു. ഇപ്പൊ പിന്നെ മാസക്ക് ഇഷ്ടാവില്ലല്ലേ? അതുകൊണ്ടൊന്നുമല്ല, പോവാറില്ല. ഇതാ പ്രസാദം. എന്നാ പണിയാ കാണിച്ചത്? എന്തിനാ തുടച്ചത്? അന്നായിരുന്നു. ചന്ദനക്കുറി തൊട്ടാലും കുരിശുമാല ഇട്ടാലും നമ്മൾ തന്നെയാണ്. എന്റെ കർത്താവേ, അയ്യോ. നീ എന്നത്താണ് ഇപ്പൊ എഴുന്നേറ്റ്? അമ്മച്ചി എത്ര എഴുന്നേറ്റ്? എന്നെ പോലാണോ നീ? കുറെ നേരം മുട്ടുകുത്തി നിന്നാലേ എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്ന നിനക്ക് അറിഞ്ഞുകൂടെ? അവിടെ ഇരുന്ന് മുഴുവനും പ്രാർത്ഥിച്ച് നൊവേന എത്തിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് അയിനാശ് പറയുന്നേ? അപ്പം പിടിച്ച മുയലിന് 2 ചെവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്താ ചെയ്യാ? മുയലിന് പിന്നെ 2 ചെവി അല്ല 4 ചെവിയാ. അത് പോട്ടെ. അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടുവരാ. അത് തന്നെ. എന്റെ പട്ടി പോവും. പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം. ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തം കെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ എന്നതായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാന് ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു? ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യത്തൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. എന്റെ മുഖത്ത് അവൻ കരിവാരി തെച്ചിട്ട് ഇറങ്ങി പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളി പോയി പറഞ്ഞാൽ മതി. പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ടെന്ന കാര്യം? ഇത് നല്ല കൂത്ത്. ദണ്ണ എനിക്കേ ഈനാശു ആദ്യമായിട്ടായി കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല. 10-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആ നേരത്ത് 10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശെത്രയാനെ? തേങ്ങയ്ക്കിപ്പോ അപ്പം വിചാരിക്കാൻ അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. തോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ. ഇറങ്ങി വാടി മോളെ. നിങ്ങൾ ആദ്യം ചെല്ല്. നിന്റെ ഈ വെടക്ക് സ്വഭാവം എനിക്ക് പിടിക്കാത്ത. നീ ഇല്ലെങ്കിൽ ഞാനില്ല. ജോസേ, വണ്ടി ഞാൻ കുടിക്കട്ടെ. ഓ, എന്നങ്ങോട്ട് ഇറങ്ങ. ചേച്ചി, ചേച്ചി എന്നാ ഇത്? നീ എന്നാ വടിപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അല്ലെ എന്നാ അളിയാ കാര്യം? കൊറേ കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, കരഞ്ഞു തീർക്കട്ടെ. ചേച്ചി ഞാൻ പറയുന്നത് വേണ്ടടാ. നിന്റെ സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമന്നുകൊണ്ട് കിടന്ന് വളർത്തിയതാ നിന്നെ. എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. അയ്യോടി, ഞാൻ എന്നാ പറയുന്നേ? നീ എന്നാ ചെയ്തെന്നോ? ചേച്ചി ചത്തോ ജീവിച്ചിട്ടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് നീ അന്വേഷിച്ചോടാ. ഇങ്ങോട്ട് വരാം. ചേച്ചിയെ പറ്റി എന്നും ഇവിടെ പറയാറുണ്ട്. എന്നോട് ദേഷ്യം തോന്നരുത്. നാത്തൂനോട് എന്നത്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്? നോക്കി നിൽക്കാതെ ആ കാറിന്റെ പുറകെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇഞ്ഞെടുത്തേ. വാ നാത്തൂനെ.
അങ്ങനെ രണ്ട് വർഗീയ ശത്രുക്കൾ ഒന്നായി. ആ അപ്പൂട്ട എങ്ങനെയൊക്കെ ഉണ്ട്? തിരക്കില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ വന്നിട്ട് ആ കാറിന്റെ ഡിക്കിൽ കുറച്ച് സാധനങ്ങൾ അവള് വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് അളിയോ വാനേ. ഇതെന്നാ പരിപാടിയാ? എന്നാ നിങ്ങളോട് ഇരിക്കുക. അപ്പൂടെ ഞങ്ങള് പിന്നിരുന്നോളാം. എന്റെ മോന് ഞാനൊന്ന് വിളമ്പി തന്നിട്ട് എത്ര നാളായി കൊണ്ടാ. കേട്ടോ നാത്തൂന്, കൊച്ചിലെ പള്ളിക്കൂടത്തിൽ പോകുമ്പോ ചോറ്റുപാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതേ ഞാൻ തന്നെ വേണമെന്ന് അവന് വലിയ നിർബന്ധമാ. അമ്മച്ചി ചോറ് നിറച്ച് കൊച്ചു കൊള്ളം കൊണ്ടുപോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ സരസു? ചേച്ചിയാണല്ലേ പാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതിനിടയ്ക്ക് താറാമുട്ട പുഴുങ്ങി ഒരെണ്ണം എടുത്ത് വെക്കും. അമ്മച്ചി അത് അറിയാതെ. നേരാ കേട്ടോ. ഇനിയിപ്പോ സരസ്വതി ടീച്ചർ കാണാണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? ഈ പച്ചക്കറി മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാ ഊണ് കഴിക്കുക? അല്ലേ അപ്പൂട്ട? അതിപ്പം വിശ്വാസം എനിക്ക് മുമ്പ് ഞാൻ കൂട്ടുന്നിട്ടില്ല. അത് എനിക്കറിയാലോ. നാത്തൂനിരിക്കുന്നേ. അയ്യോ വേണ്ട ചേച്ചി. അങ്ങോട്ടിരിക്കുന്നു. നീ ഇവിടെ വന്നു നിന്റെ അപ്പൻ അറിഞ്ഞാൽ റേഷൻ കാർഡിൽ നിന്ന് നിന്റെ പേരും വെട്ടും. ഓ പിന്നെ വെട്ടിയപ്പോ എനിക്കെന്നാ തേങ്ങിയ? ഞാനിപ്പോ അപ്പന്റെ ഇലകളൊന്നും അല്ലല്ലോ കഴിയുന്നത്. അങ്ങനെ പറ. എന്റെ തോമസ് കുട്ടിയും അവന്റെ കെട്ടിയോളെയും കാണാൻ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട. അളിയനിപ്പൊ എന്നാ പറയുന്നത്? ഇപ്പൊ വാതി വൃത്തിയായി. റോസി, നമ്മുടെ സിരകളിൽ ഓടുന്നത് ക്രൈസ്തവ രക്ത. എന്നാ രക്തം ഓടിയാലും എനിക്കൊരു കുന്തോ ഇല്ല. അല്ലേ നാത്തൂന്? ഇനി അപ്പനും കൂടി ഒന്ന് ഇളകി കിട്ടിയാൽ മതി. അപ്പനവിടെ കുരങ്ങും അവനെ പിടിച്ചോണ്ടിരിക്കട്ടെന്നേ. അല്ലേ തോമസ് കുട്ടി? ഇന്നല്ലാണ്ട്. ടീച്ചറുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെന്ന് മുട്ടുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ചോറ് വാരി ഉണ്ടെന്നേ. നമുക്ക് പോവണ്ടായോ? സൗകര്യമായിട്ട് വർത്താനം പറയാൻ ഇനി എപ്പോഴും വരാല്ലോ. ഇല്ലേ തോമസ് കുട്ടി? പപ്പടം വേണോ? മതി.